ഇന്നത്തെ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ്ലി കാർ റിലേറ്റഡ് ആയിരിക്കും. എന്താ പറഞ്ഞു? നിന്നോട് വന്ന വ്ളോഗ് എടുക്കുമോ? പുള്ളി ആരാ നിങ്ങൾക്ക് മനസ്സിലായോ? എന്റെ ഉണ്ണിയന്റെ ഫോട്ടോ. സ്വിച്ചിട്ടാ കറണ്ട് വരും, ഇടി വെട്ടിയ മിന്നൽ വരും, മനസ്സിൽ വേണമെന്ന് വിചാരിച്ചാലേ വേല് വരുവടാ. അപ്പം ഇന്നത്തെ കഥയിലോട്ട് വരാം. ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ വണ്ടിയിൽ ഒരു ചെറിയ പരിപാടി ചെയ്യാൻ വേണ്ടിയാണ്. ജസ്റ്റ് കുറച്ച് പോയപ്പോൾ ഒരു കാപ്പ് കുടിക്കാന്ന് പറഞ്ഞ് നിർത്തിയാണ്. ചെറിയൊരു കട കണ്ടപ്പോൾ എനിക്കിങ്ങനെ യാത്രയൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള കടകൾ കാണുമ്പോൾ ഒരു കാപ്പ് കുടിക്കാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവും? കാപ്പ് കുടിച്ചപ്പോഴേക്കും ഒന്ന് ചാർജ് ചെയ്യും, ഇനി വണ്ടി നമ്മളെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ സ്ഥലത്തെത്തി നമുക്ക് കണ്ണിപ്പെട്ടൊരു സൂപ്പർ സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ നല്ല കുറേ സ്പെക്കുകളുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു സാധനം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് മണി ആ സാധനം. പണ്ട് എനിക്ക് സെൻ ഉണ്ടായിരുന്നോണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. നല്ലൊരു വർക്കുമാണ് വണ്ടിക്ക്. അത് പേഴ്സണലി എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ നേരം വണ്ടി നോക്കി അവിടെ തന്നെ നിൽക്കും. ഈ സാധനം പരിചിതമായവർക്ക് പരിചിതമായിരിക്കും, ചിലർക്കൊക്കെ മനസ്സിലായി കാണും നമ്മളിപ്പോൾ ഏത് ഗ്യാരേജിലാണ് ഉള്ളതെന്ന്. പിന്നെ കുറച്ച് നേരം ലാഗ് അടിപ്പിച്ചുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ഒരു ശരാശരി മലയാളിയെ പോലെ ബിരിയാണിയും കഴിച്ച് ഞങ്ങൾ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെയും ഗ്യാരേജിലോട്ട് പോകാനുള്ള പരിപാടി നോക്കി. അവിടെ ചെന്നപ്പോഴേക്കും ഒരു I-20 ഇറങ്ങി പോകുന്നുണ്ട്. ആ ഗ്യാപ്പിലേക്ക് നമ്മുടെ വണ്ടി തള്ളിക്കയറ്റി നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. വേറൊരു സാധനം കാണിച്ചു തരാം. പേഴ്സണലി എനിക്ക് ഈ ബാങ്ക് ക്രിക്കറ്റിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. കാരണം കേൾക്കുന്നതിൻ്റെ കൊട്ടാരം വരെ അടിച്ചു പോകുന്നൊരു സാധനമാണ്. നമ്മുടെ പരിപാടി വളരെ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പുള്ളി മുട്ടൻ ലാഗാണ്, പക്ഷെ പണി കൊള്ളാം. അവിടെ നിന്നോട് നമ്മളൊരു കാപ്പി കുടിക്കാൻ വേണ്ടി ഇറങ്ങണം. പിന്നെ ഒരു കാപ്പിയൊക്കെ കുടിച്ച് നമ്മൾ തിരിച്ച് റിട്ടേൺ എത്തിയപ്പോഴേക്കും നമ്മുടെ വണ്ടി അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഒരു കാര്യത്തിൽ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, നമ്മുടെ വണ്ടിയുടെ സൗണ്ട് സ്മൂത്ത് ആയിരിക്കണം, കേൾക്കുന്നവർക്ക് ഒരു അരോചകം ഉണ്ടാവാതിരിക്കുക എന്നുള്ള രീതിയിലൊരു സൗണ്ട് കിട്ടണമെന്ന്. ആ ഒരു രീതി കിട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തമ്പുരാൻ അറിയാം. അവിടുന്ന് പിന്നെ നേരെ റാന്നി പമ്പി വന്നിട്ട് പെട്രോൾ അടിച്ച് അവിടുന്ന് പിന്നെ 2-3 വീഡിയോ എടുത്ത് നമ്മൾ പരിപാടി വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തേക്ക് വിടാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആണ്. ഓക്കെ, ബൈ.